ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം. പരമ്പരയിലെ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഓരോ മത്സരങ്ങളിൽ ജയിച്ചു. 1 സമനിലയായി. 2 ടെസ്റ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെൽബണിൽ ജയിക്കുന്ന ടീമിന് പരമ്പര സ്വന്തമാക്കാൻ വഴിതെളിയും. അതാണ് ടീമുകളുടെയും കളിക്കാരുടെയും സമ്മർദ്ദം കൂട്ടുന്നത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 5 മണി മുതലാണ് മത്സരം. പരിശീലനത്തിനിടെ മുട്ടിന് പരിക്കേറ്റ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കളിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. രോഹിത് ബാറ്റിംഗ് പരിശീലനം നടത്തുകയും ചെയ്തു. ഇതോടെ ബാറ്റിംഗ് നിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. മത്സരത്തിന് മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ രോഹിത് അധിക സ്പിന്നറെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്തും. രവീന്ദ്ര ജഡേജയും ടീമിലുണ്ടാകും. നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്തിരുത്താനാണ് സാധ്യത. പേസർമാരായ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ആകാശ്ദീപ് എന്നിവർ സ്ഥാനം നിലനിർത്തും. 2 മാറ്റങ്ങളോടെയാണ് ഓസീസ് 4ാം ടെസ്റ്റിനിറങ്ങുന്നത്. പേസർ സ്കോട്ട് ബോളണ്ടും യുവതാരം സാം കോൺസ്റ്റാസും ടീമിലിടം പിടിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ജോഷ് ഹേസൽവുഡിന് പകരക്കാരനായാണ് പോളണ്ട് എത്തുന്നത്. നദാൻ മക്വീനിക്ക് പകരം ഓസ്ട്രേലിയ ഓപ്പണറായി സാം കോൺസ്റ്റാസിനെ ഉൾപ്പെടുത്തി ഉസ്മാൻ ഖവാജിക്കൊപ്പം കോൺസ്റ്റാസ് കളിക്കും.